ഇടക്കാലത്ത് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കഴിഞ്ഞ 2-3 വർഷമായി വികസന കുതിപ്പിന്റെ പാതയിലാണ് ഇവിടെ. ഇത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കോഴിക്കോടിന്റെ പിന്നിൽ ഒളിച്ചിരുന്ന നിഗൂഢ രഹസ്യങ്ങളുടെ കഥയാണ്. ഹലോ എടപ്പിയാരി, നമ്മളിന്ന് ഓപ്പിയിലല്ലേ? പെട്ടെന്ന് പറയാം. എടാ, നീ ഇതെവിടെ കിടക്കായിരുന്നു? എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഞാൻ കോളേജ് ബസ്സിലാണ് വന്നത്. കൈയും കാലും തിരിച്ചിട്ടിരുന്ന മഹാഭാഗ്യം. അതെ, നമ്മൾ തുടങ്ങാൻ ലേറ്റായി. നീ ഫസ്റ്റ് പേഷ്യന്റിനെ വിളിക്കേ. ശശി, 67 വയസ്സ്. രാവിലെ തന്നെ കളവന്മാരാണല്ലോ. ബ്ലഡി ഓൾഡ് പീപ്പിൾ. അത് സാറിന് വിളിച്ചായിരുന്നോ? അതെ, അച്ഛനാച്ചേരിൽ കിടന്നോളൂ. മോനെ, മറ്റന്നാൾ ഒരു കല്യാണമുണ്ട്. പെട്ടെന്ന് പല്ല് സെറ്റ് വെച്ച് തരാമോ? ആഹാ, മറ്റന്നാളല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. വായ തുറക്കൂ. പല്ലടയ്ക്കുന്ന വിഭാഗത്തിലും മോണരോഗ വിഭാഗത്തിലും കാണിക്കാനുണ്ട്. എടാ, പേഷ്യന്റ് അതിന് ഞാനൊരു ഫ്ലോയിലെന്ന്. അതെ, അച്ഛനൊരു പോസ്റ്റ് കാർഡ് എഴുതി കൗണ്ടറിൽ കൊടുക്കും. 1-2 വർഷത്തിനുള്ളിൽ പല്ല് സെറ്റ് കിട്ടും. ചന്ദ്ര, എടാ, ഇത് 74 അതോ 24? എന്താ പേര്? ചന്ദ്ര. എന്ത് ചെയ്യുന്നു? ടേക്ക് എ സീറ്റ്. എന്താ കുട്ടിയുടെ ബുദ്ധിമുട്ട്? പറയൂ. പല്ല് വെക്കാൻ വന്നതാ. ഓക്കേ. പല്ല് വെക്കാനായിട്ട് 3 ഓപ്ഷൻസ് ആണുള്ളത്. 1 ഊരി വെക്കുന്ന പല്ല്, 2 ഫിക്സ്ഡ് ഓപ്ഷൻ ആണുള്ളത്. ഇനി പറയൂ, നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻസ് ആണ് വേണ്ടത്? ഫിക്സ്ഡ്. ഗുഡ് ചോയ്സ്. ഫിക്സ്ഡിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. അടുത്തുള്ള പല്ലുകൾ ലാഗി ചെറുതാക്കി ഒരു ബ്രിഡ്ജ് പോലെ വെക്കുന്നത്. മറ്റേത് എല്ല് തുളച്ച് സ്ക്രൂ ചെയ്ത് ഇംപ്ലാന്റ് വെക്കുന്നത്. പറയൂ ചന്ദ്ര, ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത്? നല്ലപോലെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇംപ്ലാന്റ്. വളരെ നല്ല തീരുമാനം. റേറ്റ് കുറച്ചധികമാണ്. ആസ് വെൽ ആസ് ദ റീസൺ ആസ് പോസിബിൾ. പൈസ ചന്ദ്രയ്ക്കൊരു പ്രശ്നമാണോ? നോ, ഇറ്റ്സ് ഓക്കെ. എന്നാൽ ചന്ദ്ര, നമുക്കൊരു എക്സ്റേ എടുക്കാനുണ്ട്. താഴെ 0-ൽ ചെന്ന് ഒരു എക്സ്റേ എടുക്കണം. ചന്ദ്രയ്ക്ക് വേണമെങ്കിൽ ഞാനും കൂട്ടിന് വരാം. ആ, ഓക്കെ. എടാ, നീ OP ഒന്ന് നോക്കിയേക്കണേ. ബ്ലാഡ് ഈസ് ഫുൾ. നോക്കൂ കുട്ടി, ഈ കോളേജ് മൊത്തം എന്റെ കൺട്രോളിലാണ്. കുട്ടിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. സി ചന്ദ്ര, HS ആണ് ഈ കോളേജിലെ എല്ലാം. ചന്ദ്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ചേച്ചി, ഒരു OPG എടുക്കണമായിരുന്നു. ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. അയ്യോ മോനെ, ഞാൻ നല്ല തിരക്കാ. നീ തന്നെ എടുത്താൽ മതി. സി, എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. സി ചന്ദ്ര, നിങ്ങളുടെ പല്ല് മിസ്സിംഗ് അല്ല, അത് എല്ലിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓർത്തോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെൽപ്പ് തന്നെ വേണം. അവിടെയും നമുക്ക് ആളുണ്ട്. ഞാൻ പറയുന്ന ഒരാളെ അവിടെ ചെന്ന് കണ്ടാൽ മതി. ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം. എടാ മോനെ, പൊടി കൂടിപ്പോയി, കുറച്ച് വെള്ളം ഒഴിക്കണം. അയ്യോ, വെള്ളം കൂടിപ്പോയി, കുറച്ച് പൊടി ആഡ് ചെയ്തു. വേഗം ലോഡ് ചെയ്യ്. ഇപ്പോൾ സെറ്റാവും. സ്റ്റോപ്പ് ദേർ. വാട്ട് ഈസ് ദിസ്? സർ, ആഴ്ചയിലേക്ക് ലോഡ് ചെയ്തു. ഇംപ്രഷൻ എടുക്കാൻ പോവാണ്. അതൊക്കെ എനിക്ക് മനസ്സിലായി. ആ ബൗളിൽ ഇരിക്കുന്നത് എന്താ? മെറ്റീരിയൽ വേസ്റ്റേജ്. നിങ്ങൾ
നിങ്ങൾക്ക് ഇതിന്റെ വില അറിയുമോ? നിങ്ങളുടെ ക്ലിനിക്കിലാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുമോ? നിങ്ങൾ എത്ര സ്കൂപ്പ് പൗഡർ എടുത്തു? വാട്ട് ഇസ് ദ പൗഡർ ലിക്വിഡ് റേഷ്യോ? അല്ലെങ്കിൽ ഇനി അധികം ലേറ്റ് ആക്കണ്ട, പെട്ടെന്ന് ഇംപ്രഷൻ എടുക്കുക. അയ്യോ മോനെ, സെറ്റായടാ, സാരമില്ല, ഇത് കളഞ്ഞിട്ട് അടുത്തത് എടുക്കാം. വാട്ട് നോൺസെൻസ്! നിങ്ങൾ ഇത് എത്രാമത്തെ ഇംപ്രഷനാണ് എടുക്കുന്നത്? അത് സാർ ഒന്ന്. Don't try to play the fool with me, Ranga. No, it's very bad. കഴിഞ്ഞ ഇംപ്രഷൻ ആരെയാ കാണിച്ചത്? ആരെയും കാണിച്ചിട്ടില്ല സാർ. This is your last chance. Just remember that. Okay. ഒക്കെ റംഗനെ നോക്കി ചെയ്തോളാം. Excuse me, sir. ആ സാർ, ഇതെനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. സാർ ഈ കേസ് കൂടെ ഒന്ന് നോക്കുമോ? The OPG shows bilateral palatally impacted upper canine. Here, either we should consider orthodontic treatment followed by surgical exposure of tooth and use elastics or closed coil springs. I would like to refer this patient to OMFS for surgical opinion. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികൾ 1-2-3 തവണ പറയേണ്ടി വരും. നമുക്ക് OMFS വരെ ഒന്ന് പോകാം. ഹലോ, എന്തായിരുന്നു? അത് സാർ എല്ലാവരുടെ ബബിള് കളഞ്ഞതാ. നിങ്ങൾക്കൊക്കെ വെറുതെ ബബിൾ കളഞ്ഞ് വിളിക്കാനുള്ളത് അമ്മോടോ ഇവിടെ ഇല്ലേ? എന്താ സാർ, കേട്ടില്ല. നിങ്ങൾക്കൊക്കെ വെറുതെ ബബിൾ കളഞ്ഞ് കളിക്കാനാണോടാ ഇവിടെ അല്ലേ? സോറി സാർ. ഏതാടാ പല്ല്? സാർ 4346. What is the order of extraction? What is the nerve supply of 4-6? നീ പറയടാ, ജോർജ് സാറൊന്ന് കേൾക്കട്ടെ. സാറി കേസ് ഒന്ന് നോക്കാമോ? സാർ, ഇത് നമുക്ക് സർജിക്കൽ എക്സ്പോഷർ ചെയ്യാല്ലേ? ആഹാ, എക്സ്പോഷർ വേണോ എക്സ്ട്രാക്ഷൻ വേണോ എന്നൊക്കെ ഈ ജോർജ് സാറ് തീരുമാനിക്കും. നീ പോയൊരു CBCT എടുത്തോണ്ട് വാ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ ആ മമ്മാലീസ് കാണും. എടാ, എന്തായി CBCT എടുക്കാൻ പോകും? കുട്ടി, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടി ഒരു എക്സ്റേ കൂടെ എടുക്കേണ്ടി വരും. കുട്ടിയുടെ വീട് എവിടെയാ? അത് ഈ കോളേജ് തുടങ്ങിയിട്ട് കുറെ കാലമായില്ലേ? യെസ്, ഞങ്ങളുടെ സാർ പറഞ്ഞിട്ടുണ്ട് ഇത് പണ്ടൊരു മായപ്പറമ്പായിരുന്നു എന്ന്. എടാ, നീ ഇതെങ്ങോട്ടാ? ഒന്നുമില്ല, ആരും പേടിക്കണ്ട, എല്ലാവരും വിളിക്കും. പീഡോയിൽ ഡെപ്യൂട്ടേഷൻ വിളിക്കാൻ ആള് വരുന്നുണ്ട്. അയ്യോ, സൂക്ഷിക്കണ്ടേ? ഇവന്റെ കുഴപ്പമില്ല, കോളേജ് മൊത്തം പ്രശ്നമാണ്. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ? ഇന്നലെ കാഷ്വാലിറ്റിക്ക് തീപിടിച്ച്. ഇന്നലത്തെ മഴയിൽ കോളേജിന്റെ മുന്നിലുള്ള മരം ഒടിഞ്ഞു വീണ് 2 ബൈക്കും 3 കാറും തകർന്നു. പിന്നെ ഏതോ വിവരം കെട്ട പിള്ളേര് പ്രീ കോംബോ എന്ന പേരും പറഞ്ഞ് കോളേജിന്റെ മണ്ടക്കിട്ട് പടക്കം പൊട്ടിച്ച് വാട്ടർ ടാങ്ക് പൊട്ടി. ഇപ്പൊ കോളേജ് വെള്ളമില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഉദാഹരണം. നീ വേണമെങ്കിൽ ജീവൻ കൊണ്ടുപിടിക്കോ, ഞാനും പോവുകയാണ്. ശരാ, ഇവനിത് കുട്ടി ഇതൊന്നും കേട്ട് പേടിക്കണ്ടാട്ടാ. അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്? കുട്ടി എന്ത് ചെയ്യുവാന്നാ പറഞ്ഞേ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, അത് ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ആണ് വർക്ക് ചെയ്യുന്നത്. പാരസൈക്കോളജി റിസർച്ചിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് വന്നതാണ്. നേരത്തെ പറഞ്ഞ കോളേജിന്റെ ബാക്ക് സ്റ്റോറി വെച്ച് ഇറ്റ് സീംസ് ഇൻട്രസ്റ്റിംഗ്. ഇന്ന് നൈറ്റ് വന്ന് ഇവിടുന്ന് കുറച്ച് ഷോർട്സ് എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിപ്പോ രാത്രി കുറച്ച് ബുദ്ധിമുട്ടാണ്. പെർമിഷൻ ഒക്കെ എടുക്കേണ്ടി വരും. പക്ഷെ കുട്ടി ടെൻഷൻ അടിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഓക്കെ, താങ്ക്സ്. എന്നാ നമുക്ക് നൈറ്റ് മീറ്റ് ചെയ്യാം. കൊച്ചിൻ ഗല്ലി, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ചന്ദ്ര, ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? No. ഇല്ല അല്ലേ? ഞാനും കേട്ടില്ല. ചന്ദ്രക്ക് പേടിയുണ്ടോ? No. ഇനി ചന്ദ്ര അവിടെ പോയി നിൽക്ക്, ഞാൻ എടുത്തു തരാം.
അതെ ചന്ദ്ര, ഇതേതോ ലോക്കൽ ക്യാമറ ഇഷ്ടാ, ആളെ പോലും കാണുന്നില്ലല്ലോ. അത് ക്യാമറയുടെ പ്രശ്നമല്ല. ചന്ദ്ര എന്താ ഉദ്ദേശിച്ചത്? ചന്ദ്രയല്ല, നീലി. ഈ നീലി എന്ന് പറയുമ്പോ യു മീൻ കള്ളിയങ്കാട്ട് നീലി? അത് ഞാൻ തന്നെ. ഈശ്വര, ചന്ദ്ര ചന്ദ്ര ഈ വീഡിയോ എടുത്ത് നിൽക്ക്, ഞാനിപ്പോ വരാം. നിനക്കിനി 2 ഓപ്ഷൻസ് ആണുള്ളൂ. ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എന്തിനാ വേറൊരു ഓപ്ഷൻ? നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉണ്ടല്ലോ. ഈ ഹെൽപ്പ് എന്ന് പറയുമ്പോ ആരുടെയെങ്കിലും ചോര കുടിക്കാനോ മറ്റോ? അതൊന്നുമല്ല. നീ പറഞ്ഞ ഈ മായപ്പറമ്പ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാടായിരുന്നു. ആ രാജാവ് കാരണം ഞാൻ നാട് വിടേണ്ടി വന്നു. ഞാനിപ്പോ വന്നത് ആ കല്ല് തിരിച്ചെടുക്കാനാണ്. അതിനുവേണ്ടിയാണ് ആ മരം ഞാൻ മറച്ചിട്ടത്. ഇവിടെ ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ആ കാഷ്വാലിറ്റി കത്തിച്ചു. അപ്പൊ വാട്ടർ ടാങ്ക്? അത് ശരിക്കും ഒരു പൊട്ടന്മാർ ചെയ്തതാണ്. എന്തിനാ ചന്ദ്ര നിനക്കിപ്പോ ആ പഴയ കല്ല്? ഈ രാത്രി കൂടി കഴിഞ്ഞാൽ എനിക്ക് ആ കല്ല് കിട്ടിയിട്ട് 100 വർഷം തികയും. അതോടുകൂടി എന്റെ ശക്തി നഷ്ടപ്പെടും. ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി എനിക്ക് ആ കല്ല് വേണം. അതിനൊരു മനുഷ്യ സാന്നിധ്യം കൂടി വേണം. ഓ, അത്രേ ഉള്ളൂ. അപ്പൊ കല്ല് കിട്ടിയ നീലി ചേച്ചി അല്ല അമ്മൂമ്മ അല്ല ചന്ദ്ര പോകാതിരിക്കില്ല. ആ കല്ല് കിട്ടിയാ ഞാൻ പോകും. എന്നാവാ നമുക്ക് ആരെങ്കിലും വരുന്നതിന് മുമ്പ് ആ കല്ലെടുക്കാം. ഹലോ, എടാ നീ പെട്ടെന്ന് കോളേജിലോട്ട് വാ, ഞാനിവിടെ പെട്ട് കിടക്കുക. ജാങ്കോ, ഞാൻ പെട്ടു. നീ വരുമ്പോ ഒരു മന്ത്രവാദിയെ കൂടി കൊണ്ടുപോടാ. അതെ, നിനക്കെന്താ വട്ടായ? ഞാൻ ഈ പാതിരാത്രിക്ക് എവിടുന്ന് മന്ത്രവാദി ഒപ്പിക്കും? നീ എന്താണ് കാര്യം തെളിച്ചു പറയണ? എവിടുന്നേലും ഒപ്പിച്ചിട്ട് വാടാ, കാര്യമൊക്കെ വന്നിട്ട് പറയാം. എടാ രാമൻകുട്ടി, പയ്യെ പറ, അവള് കേൾക്കും. അവളോ ആനചന്ദ്രയാണോ? രക്ഷിക്കല്ലൻ പോടവിടുന്ന് മന്ത്രവാദിയോടെ. ആ ശരിയാണല്ലോ, അയാളവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, മിസ്റ്റർ അപ്പൻ നമ്പൂരി. ഇതേത് ഭാഷ? എവിടുന്ന് കിട്ടിയണ അതിന്? നെയ്യല്ലേ മന്ത്രവാദി വേണമെന്ന് പറഞ്ഞത്? ഞാൻ ഫ്രഷ് ആയിട്ട് തട്ടേന്ന് പിടിച്ചു വന്നതാ. 2 കുപ്പി കൊടുക്കാന്ന് പറഞ്ഞപ്പോ കൂടെ പോന്നു. ഈശ്വര, ഈ നാടകക്കാരനെയാണോടാ നീ കൊണ്ടുവന്നത് മഹാഭാവി? അല്ലടാ, വെരി ഫുൾ. ഈ പാതിരാത്രിക്ക് ഞാൻ നിനക്ക് ഒറിജിനൽ മന്ത്രവാദിയെ കൊണ്ടുതരാം.
ഹലോ മൈസെൽഫ് അപ്പം നമ്പൂതിരി, എവിടെ എനിക്ക് നടക്കാനുള്ള യക്ഷി? അയ്യോ അമ്മേ. എന്താ ചന്ദ്ര ഈ പാദയാത്ര രണ്ടുപേരും കൂടെ കോളേജിൽ ഒരു ചുറ്റിക്കളി? ആ ദാണ്ട് ആ മിസ്സിംഗ് കടയിലാണല്ലോ കാണുന്നത്. ഇതെങ്ങനെ കാണുന്നത്? നാടകം തുടങ്ങിയോ? ബെല്ലൊന്നും കേട്ടില്ലല്ലോ. ആഹാ, ഇതാണോ ഞാൻ ഒഴിപ്പിക്കേണ്ട പ്രേതം? ഇത് ഞാനൊരു കലക്കും. ഹലോ, കുട്ടി എന്താ കോസ്റ്റ്യൂം ഒന്നും ഇടാത്തത്? വെള്ള സാരി ഒന്നും ആരും തന്നില്ലേ? ഇല്ല. കുട്ടി എത്ര കാലമായി ഫീൽഡ് വന്നിട്ട്? പുതിയതാണോ? അല്ല, കുറച്ച് പഴയത്. അതെ, എന്താണ് നടന്നിട്ടും നീങ്ങാത്തത്? ഒരുമാതിരി OMFS ക്യൂ പോലെ. എടാ, എന്താ ഞാനൊരു സത്യം പറയട്ടെ, നമ്മൾ പെട്ടു. കാറ്റ് മാറുമ്പോൾ എന്തോ പറയുന്നുണ്ട്. വൃക്ഷങ്ങൾ കുലുങ്ങുമ്പോൾ എവിടെയോ ദുഷ്ടശക്തി ഉണരുന്നു. അത് മറ്റാർക്കും കേൾക്കാനാകില്ല. പക്ഷേ കടന്നിട്ടത്ത് കത്തനാർക്ക് അതെല്ലാം വ്യക്തം. എന്നെ മര്യാദയ്ക്ക് വിടുന്നതെന്നല്ലേ, എന്റെ ശക്തി നീ ഒന്ന് അറിഞ്ഞതല്ലേ? തകൃതത്തെ നീ വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അത് പക്ഷെ നടക്കില്ല. നീ തിരിച്ചു പോണം. ഈ രാത്രിയുടെ 4-ാം യാമത്തിൽ നിന്റെ ശക്തി നിനക്ക് നഷ്ടപ്പെടും. പക്ഷെ നീ വരാൻ വൈകിപ്പോയി. ഇനി ഇതിൽ ഏതൊരുമാരുടെങ്കിലും ജീവൻ കൂടി കിട്ടിയാൽ മതി എന്റെ ശക്തി വീണ്ടെടുക്കാൻ. അങ്ങോട്ട് നോക്കൂ ചന്ദ്ര. താടം കൊട്ടി. ഇത് ഇന്ന് തിങ്കളാഴ്ച, വെള്ളിയാഴ്ച ആവട്ടെ. നല്ല ടൈറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോടാ നിങ്ങളുടെ കയ്യിൽ? ഒരു സാധനം ഉണ്ട്. യുവന്മാർക്ക് ഇത് തന്നെയാണോ ഇവിടെ പണി? അപ്പൊ ശരി മക്കളെ, നീലിയെ ഞാൻ കൊണ്ടുപോകുന്നു. ഇനി ഒന്നും പേടിക്കണ്ട. നമുക്ക് വേഗം സ്ഥലപ്പെടാം. എടോ മോനെ, എന്തായി ആ കേസ്? രംഗ, ഇന്നലെ നീ കാണിച്ച കേസിൽ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൂടിയുണ്ട്. കനൈൻ പ്രീമോളാർ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിന് പക്ഷേ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് വേണം. എന്റെ പൊന്നു സാറേ, ഈ കേസിനെ പറ്റി ഒന്നും പറയില്ലേ. അതിനെ പറഞ്ഞുവിടാൻ ഞങ്ങൾ വിട്ട പാട്. അപ്പൊ ആ കുട്ടി പോയോ? അതൊന്നുമില്ലടാ. വാ, നമുക്ക് പോയി ഓജിൽ പോയി ചായയും പപ്സും കഴിക്കാം. അയ്യോ എടി, എന്റെ 1400 രൂപയുടെ ജബ്ബാറിന്റെ ഫ്ലാസ്ക് കാണുന്നില്ല. എടി, ഇപ്പൊ തന്നെ DCA ഗ്രൂപ്പിലിട്ടോ. നമുക്ക് CCTV ചെക്ക് ചെയ്യാം. പ്രിൻസിപ്പാളിന് കംപ്ലൈന്റ് കൊടുക്കാം. ഓക്കെ, നീ പോയൊരു തമസപ്പെട്, ഞാൻ 100 ഇടാം. ഈ പാട്ടിപ്പോ എന്തിനാ പ്ലേ ചെയ്ത്? അത് പിന്നെ ഓരോരോ കീഴ്വഴക്കങ്ങളാണല്ലേ. കോൺവെക്കേഷൻ ഒക്കെ അല്ലേ. ഞങ്ങളുടെ സ്കൂഫിലാണെങ്കിൽ അത് കേറ്റാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല.